നമസ്കാരം. നമസ്തേ. അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് എന്ന കമ്പനി ഇന്ത്യയുടെ തേജസ് വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിനുകൾ അവരെ നിന്ന് കരാർ ഏൽപ്പിച്ചായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഇതെല്ലാം കൃത്യമായി അവർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിലോട്ട് എത്തുമ്പോൾ ഇപ്പോൾ ഇന്ത്യ അതിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പകരം ഹിന്ദുസ്ഥാൻ ലീഡിങ് ഫൈറ്റർ ജെറ്റ് ട്രെയിൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ട്രെയിൻ എഞ്ചിനുമായി ബന്ധപ്പെട്ട് റഷ്യയെ സമീപിക്കാനുള്ള നീക്കങ്ങളിലോട്ട് ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം മനഃപൂർവ്വം ഇന്ത്യയുടെ പദ്ധതികൾ അമേരിക്ക ഇല്ലാണ്ടാക്കാനുള്ള ഒരു ഭാഗമാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലോട്ട് കാര്യങ്ങളോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ജെറ്റ് ഈ പറഞ്ഞ പോലെ സാധനം തയ്യാറാക്കിയിട്ടുള്ളത് അമേരിക്കൻ എഞ്ചിനുകൾക്ക് പാകപ്രദമായിട്ടുള്ള രീതിയിലാണ്. പക്ഷേ ഇനി വീണ്ടും ഇത് ഈ പറഞ്ഞ പോലെ റഷ്യയിൽ നിന്ന് എഞ്ചിനുകൾ വാങ്ങുമ്പോൾ വീണ്ടും ഇതെല്ലാം പൊളിച്ചെഴുത്തി ആദ്യം വീണ്ടും റീഡിസൈൻ ചെയ്യേണ്ടി വരില്ലേ? ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണ്? ഇന്ത്യയുടെ യുദ്ധവിമാന അതായത് അഭിമാന യുദ്ധവിമാന പ്രോജക്റ്റ് ആണ് തേജസ്. തേജസ് MK-1A, തേജസ് MK-2, അങ്ങനെ രണ്ട് തരത്തിലുള്ള വിമാനങ്ങളാണ് തേജസ് വിമാന കുടുംബത്തിൽ നിന്നും നമ്മൾ പുറത്തിറക്കുന്നത്. ഈ രണ്ട് വിമാനങ്ങളിലും ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് GEയുടെ എഞ്ചിനാണ്. അതിലെ തേജസ് MK-1Aയിലെ LCA തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് 1A എന്ന് പറയുന്ന ആ വിമാനത്തിലെ GEയുടെ F404IN-20 എന്ന എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. തേജസ് MK-2വിലാകട്ടെ F414 എന്ന കുറച്ചുകൂടി ശക്തിയുള്ള ഒരു എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ആദ്യം ഞാൻ പറഞ്ഞ LCA തേജസ് MK-1Aക്ക് ഉപയോഗിക്കേണ്ട F404 എഞ്ചിൻ 2023 തരാമെന്ന് പറഞ്ഞ എഞ്ചിൻ 2026 തന്നു തുടങ്ങിയത്. 3 വർഷത്തെ ഡിലേ. ആ 3 വർഷത്തെ ഡിലേ കാരണം ഈ പ്രോജക്റ്റ് ഒരുപാട് താമസിച്ചു. അത് തന്നപ്പോഴേ 6 എഞ്ചിൻ തന്നപ്പോൾ അതിൽ ഒരെണ്ണം ഇപ്പം അതിന് എന്തോ കേടുപാടുകൾ ഉള്ളതായിട്ട് തിരിച്ചറിയും. ഇതുപോലെ ഇന്ത്യ ഈ തേജസ് വിമാനങ്ങൾ കുടുംബത്തോടൊപ്പം മറ്റൊരു ട്രെയിനിങ് വിമാനം, അതായത് യുദ്ധവിമാനത്തിലെ AMCA എന്ന നമ്മുടെ 5ാം തലമുറ യുദ്ധവിമാനത്തിൽ പൈലറ്റ് ആകാൻ പോകുന്നവർക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ്. പക്ഷെ അതേസമയം അത് ട്രെയിനർ വിമാനം മാത്രമല്ല, അതിൽ എല്ലാ തരം ആയുധങ്ങളും ഉള്ള യുദ്ധങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിമാനം ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. അതിന്റെ പേര് ഹിന്ദുസ്ഥാൻ ലീഡ് ഇൻ ഫൈറ്റർ ട്രെയിനർ എന്നാണ്. HLFT-42 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഈ HLFT-42 ഈ F40, അതായത് ശക്തി കൂടിയ GEയുടെ F414 എഞ്ചിനാണ് ഉപയോഗിക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് റീഡിസൈൻ ചെയ്യുകയാണ്. ആ റീഡിസൈൻ ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. അതായത് അമേരിക്കയെ നമ്പാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ തേജസ് വിമാനങ്ങൾക്ക് എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നതിലുള്ള കാലതാമസം എന്തായാലും അതിനി റീഡിസൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പലരും പറയുന്നത്. എന്തോ അതിൽ എതിരഭിപ്രായമുണ്ട്. ഞാനിപ്പോ തൽക്കാലം ആ ഒരു വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഉള്ള ആ വിമാനത്തിന് സംഭവിച്ചത് ഈ ലീഡിംഗ് ഫൈറ്റർ ട്രെയിനർ എന്ന് പറയുന്ന HLFT-42 സംഭവിക്കാൻ പാടില്ല. അത് കാരണം ഇപ്പോ അത് റീഡിസൈൻ ചെയ്യുകയാണ്. അതായത് അതിന്റെ വിമാനത്തിന്റെ എഞ്ചിൻ ഇരിക്കുന്ന ഭാഗം, അതിന്റെ എയർ ഇൻടേക്കുകളൊക്കെ വരുന്നിടം, അതുപോലെ വിമാനത്തിന്റെ ചിറകുകൾ പഴയ ഡിസൈൻ പ്രകാരം ലോ മൗണ്ടഡ് ലേ ഔട്ട് എന്ന് പറയുന്ന താഴ്ന്നായിരുന്നു. ഇപ്പോൾ അത് മിഡ് മൗണ്ടഡ് ലേ ഔട്ട് ആക്കി പുതിയ ഡിസൈൻ മാറ്റിയിരിക്കുകയാണ്. അതുപോലെ പ്രൊപ്പൽഷൻ, ഞാൻ ആദ്യം പറഞ്ഞ പ്രൊപ്പൽഷന്റെ മാറ്റം ആണ് കൃത്യമായിട്ടും ഇതിലേക്കെല്ലാം നയിക്കുന്നത്. ഒരു പുതിയ റഷ്യൻ എഞ്ചിനാണ് ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതാണെന്ന് പറയുന്നത്. ഈ AL-31FP എന്ന ഇപ്പോൾ നമ്മുടെ Su-30 MKIയിൽ ഉപയോഗിക്കുന്ന ശക്തിയേറിയ എഞ്ചിന്റെ ഒരു വകഭേദം തന്നെ ആയിരിക്കും ഈ HLFT-42 വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. അതായത് സപ്ലയേഴ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം. ഒരേ ഒരു കമ്പനിയെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് നീങ്ങിയാൽ അമേരിക്ക, പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ആ അഭിപ്രായ ഭിന്നത കാരണം അവര് പലപ്പോഴും ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിട്ടാലൊന്നും അവർ മൈൻഡ് ചെയ്യാറ്, കരാറൊക്കെ അവർ ലംഘിക്കും. അത് അവരുടെ കയ്യിൽ നിന്ന് കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് പണം തിരിച്ചു വാങ്ങിച്ചെടുക്കുക ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ഈ
F404IN20 എന്ന ജെറ്റ് എഞ്ചിന് വേണ്ടി ഇന്ത്യ $1 ബില്യൺ, അതായത് $100 കോടി, $100 കോടി എന്ന് പറഞ്ഞാൽ 9,500 കോടി ഇന്ത്യൻ രൂപ ഓൾറെഡി അവരുടെ കയ്യിൽ കിടക്കുകയാണ്. മനസ്സിലായി? അത് പിന്നെ കൊടുക്കുമല്ല, അവർക്ക് എഞ്ചിൻ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ പൈസയും കൊടുക്കണം, അല്ലെ അവർ എഞ്ചിൻ ഉണ്ടാക്കില്ല. അപ്പൊ ഇത്തരം ഗുലുമാലുകളിലേക്കും അതുപോലെ പ്രതിസന്ധികളിലേക്കും ഒക്കെ ഇന്ത്യ പെട്ടുകഴിഞ്ഞാൽ ഊരാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇനി വരുന്ന കാലത്തുണ്ടാകും. ഇന്ത്യ സ്വന്തമായിട്ട് ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നിടം വരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇപ്പോ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കാവേരി എഞ്ചിൻ 2.0 എന്നുള്ള ഒരു രീതിയിൽ അത് വീണ്ടും ആഫ്റ്റർ ബർണറുകൾ സംവിധാനം ഉപയോഗിച്ച് അതിന്റെ ശക്തി ത്രസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. അതിൽ വലിയ രീതിയിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യം ഉണ്ടാക്കിയ കാവേരി എഞ്ചിന്റെ ത്രസ്റ്റ് ഏതാണ്ട് 73-74 കിലോ ന്യൂട്ടൺ എന്നുള്ള നിലയിലായിരുന്നു. ആഫ്റ്റർ ബർണർ ഉപയോഗിച്ചാൽ അത് വെറ്റ് ത്രസ്റ്റ് എന്ന് പറയും. അത് മാറിയിട്ട് ഇപ്പോ ബ്രഹ്മോസിലെ എഞ്ചിനീയർമാരാണ് ഇക്കാര്യത്തില് ഇപ്പോ ഈ എഞ്ചിൻ റീഡിസൈൻ അല്ല, അതിനെ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്യുക എന്ന് പറയും, ഒന്ന് വ്യത്യാസപ്പെടുത്തിയെടുക്കുക. അപ്പൊ അവരുടെ സഹായത്തോടു കൂടി നടത്തിയ പരീക്ഷണങ്ങളിൽ 73-74 കിലോ ന്യൂട്ടന്റെ സ്ഥാനത്ത് 82 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വരെ ഈ എഞ്ചിന് കഴിഞ്ഞു. ശരിക്കും നമ്മുടെ കയ്യിലുള്ള F404 ഏതാണ്ട് 83-84 കിലോ ന്യൂട്ടനേ ഉള്ളൂ. പക്ഷെ ഇപ്പോ ബ്രഹ്മോസ് എഞ്ചിനീയർമാര് ലക്ഷ്യമിടുന്നത് 85 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഈ നിലവിലുള്ള കാവേരി എഞ്ചിൻ ഉപയോഗിച്ചുണ്ടാക്കാമെന്നാണ് അവര് ഉറപ്പ് നൽകുന്നത്. അവർ ആ ശ്രമത്തിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതൊരു വലിയ നേട്ടമായിരിക്കും, അമേരിക്കയ്ക്ക് അതൊരു വലിയ അട്ടിമറിയായിരിക്കും. കാരണം അങ്ങനെ ഇന്ത്യയെ പോലൊരു രാജ്യം സ്വന്തമായിട്ടൊരു ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചാൽ അമേരിക്കയുടെ ഒരു വലിയ കസ്റ്റമർ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഈ ഒരൊറ്റ മേഖല ഏതാണ് ഇന്ത്യ 2 മേഖലയിലാണ് പുറകിൽ നിൽക്കുന്നത്. ഇപ്പോഴും അമേരിക്കയും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒന്ന് സെമി കണ്ടക്ടർ ചിപ്പ്, അതിൽ നമ്മൾ വളരെ മുന്നോട്ട് പോകും. ഇപ്പൊ നമ്മുടെ ഈ ഗുജറാത്തിലുള്ള നമ്മുടെ തെയ്വാനും ഇന്ത്യയും ടാറ്റയും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ ഈ വർഷം ഒടുവിൽ മാർക്കറ്റിലെത്തും. അത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. 28 നാനോമീറ്റർ വലിപ്പമുള്ളതാണ്. ഏറ്റവും ആധുനിക ഉപകരണങ്ങളിലൊക്കെ വളരെ ചെറിയ ചിപ്പുകളാണ്. 6 നാനോമീറ്റർ തൊട്ട് 4-2-3 നാനോമീറ്റർ ഒക്കെ വരെയുള്ള ചിപ്പുകളാണ് ഇപ്പൊ പല കാര്യവും. പക്ഷെ എങ്കിലും 28 മോശമല്ല. നമ്മുടെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ അതുപോലെ മറ്റ് പല ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൊക്കെ തന്നെ ഈ ചിപ്പാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ശരി, അവിടെ ഇന്ത്യ വലിയൊരു നേട്ടം കൈവരിക്കുകയാണ്. ഒരു 5 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ ഇന്ത്യ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തും. പക്ഷെ ജെറ്റ് എഞ്ചിനുകളുടെ കാര്യത്തിൽ അത് പറയാൻ പറ്റില്ല. ജെറ്റ് എഞ്ചിൻ ഇതുവരെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കുന്ന നിമിഷം നമ്മുടെ നാട്ടിൽ ഒരു ആവാസ വ്യവസ്ഥ, ഒരു ഇക്കോസിസ്റ്റം രൂപപ്പെടുകയാണ്. ഈ ചെറിയ പവറുള്ള ജെറ്റ് എഞ്ചിനുകൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതായത് ഒരു 5 കിലോ ന്യൂട്ടൺ വരെയുള്ള ത്രസ്റ്റ് ഉള്ള നമ്മുടെ ഡ്രോണുകളിൽ അതുപോലെ ഈ ക്രൂയിസ് മിസൈലിലൊക്കെ ഉപയോഗിക്കുന്ന, അത് മണിക് എഞ്ചിൻ എന്ന് പറഞ്ഞ് ഒരു എഞ്ചിൻ DRDO ഡെവലപ്പ് ചെയ്ത്, അത് ഒരു ടർബോഫാൻ ജെറ്റ് എഞ്ചിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് കുറെ മറ്റു കാര്യങ്ങളിലേക്ക് കയറിപ്പോയി, ഞാൻ തിരിച്ചു വരികയാണ്. അപ്പൊ അതായത് ഈ AL31FP എന്ന നമ്മുടെ Su-30 ഉപയോഗിക്കുന്ന എഞ്ചിന്റെ ഒരു വേരിയന്റ്, ആ വേരിയന്റ് ആയിരിക്കും ഈ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന HLFT എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ ലീഡ് ഇൻ ഫൈറ്റർ ട്രെയിനറിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് ഇപ്പൊ ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞു. അതനുസരിച്ച് വിമാനം റീഡിസൈൻ ചെയ്തു കഴിഞ്ഞു. ആദ്യം F414 വേണ്ടിയാണ് ഈ വിമാനം. കാരണം അവര് അമേരിക്ക ഒരു വാഗ്ദാനം നൽകിയിരുന്നു, ഇതിന്റെ ടെക്നോളജി 85% ഇന്ത്യക്ക് കൈമാറാകുന്നു. ഇന്ത്യയിൽ തന്നെ F414 എഞ്ചിന്റെ നിർമ്മാണം നടത്താമെന്നുള്ള വാഗ്ദാനത്തിലാണ് അവരുമായിട്ട് ചർച്ചകളൊക്കെ നടത്തിയത്. അതിൽ നിന്നും എന്തായാലും ഇപ്പൊ ഇന്ത്യ പിന്മാറുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ തേജസ് MK2 ഈ എഞ്ചിൻ വേണ്ടെന്ന് വെക്കാത്തതെന്നാണ് ഞാൻ അതിശയിക്കുന്നത്. കാരണം അത് കൂടുതൽ സമയമെടുക്കുമായിരിക്കാം റീഡിസൈൻ ചെയ്താലേ. പക്ഷെ റീഡിസൈൻ ചെയ്തില്ലെങ്കിലും സമയമെടുക്കും. കാരണം അമേരിക്ക എന്തായാലും തരത്തില്ല. ഇനി നിങ്ങൾ തലകുത്തി നിന്നാലും അമേരിക്ക തരത്തില്ല.
അമേരിക്ക തന്നാലും ആ എഞ്ചിൻ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണും. അപ്പോൾ മൊത്തം അട്ടിമറിക്കപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലയോ കുറച്ചുകൂടെ ലേറ്റ് ആവുന്നത്? ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേജസ് MK2 ഇന്ത്യ റീഡിസൈൻ ചെയ്ത് അമേരിക്കൻ കമ്പനിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആരുടെ മണ്ടത്തരമാണ് റഷ്യൻ എഞ്ചിനുകൾ വേണ്ടെന്ന് വെച്ചിട്ട് ഈ അമേരിക്കൻ എഞ്ചിൻ വാങ്ങാൻ പോയതെന്ന് നമുക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല. നമ്മുടെ നാട്ടിലെ പല HAL പോലുള്ള സ്ഥാപനങ്ങളിലും ഈ അമേരിക്കയുടെ ഏജന്റുമാര് കയറി ഇരിപ്പുണ്ട് എന്നുള്ള തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓരോ ന്യായങ്ങൾ പറയും, ആ ന്യായം പല രാഷ്ട്രീയ നേതാക്കന്മാരും വിശ്വസിക്കും. ഇവരൊക്കെ പറയുന്നത് ഒരു വിമാനം ഡിസൈൻ ചെയ്യുന്ന എഞ്ചിന് ചുറ്റുമായിട്ടാണ്. അങ്ങനെ അതുകൊണ്ട് എഞ്ചിൻ മാറ്റാൻ പറ്റത്തില്ല, റീഡിസൈനിങ് ഒരുപാട് സമയം എടുക്കുമെന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില ശാസ്ത്രജ്ഞന്മാർ അതൊക്കെ എതിർത്തിരുന്നു. അവർ പറഞ്ഞു ഇപ്പൊ സിമുലേഷനും തൊട്ട് എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ വഴിയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു ഡിസൈൻ മാറ്റുക എന്ന് പറഞ്ഞാൽ സമയമെടുക്കുമെന്നത് ശരിയാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഇമ്പോസിബിൾ ഒന്നുമല്ല. അത് പതിറ്റാണ്ടൊന്നും എടുക്കത്തില്ല. അതൊരു 2-3 വർഷത്തിന്റെ വ്യത്യാസമേ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയും. ഉണ്ടാക്കാൻ പറ്റാത്തതിനേക്കാൾ നല്ലതല്ലയോ 2 വർഷം കഴിഞ്ഞിറങ്ങുന്നു. ഇവിടെ ഈ എഞ്ചിൻ വെച്ചോണ്ട് തന്നെ ഇപ്പൊ 3 കൊല്ലത്തെ ഡിലേ കഴിഞ്ഞു. 2023 തരേണ്ട എഞ്ചിൻ 2026 ആയിട്ട് 6 എണ്ണമാണ് തന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണം കേടാണ്. അപ്പൊ പിന്നെ ഈ ന്യായത്തിനൊന്നും അർത്ഥമില്ല. നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്, എഞ്ചിനീയർമാരും ഉണ്ട്. ദൗർഭാഗ്യവശാല് ഇവര് നമ്മുടെ സിസ്റ്റത്തിന്റെ എല്ലാ ഭാഗത്തും കയറി നിറഞ്ഞിരിക്കുകയാണ്. ഇവരെ ഒരുത്തനെ മാറ്റിയതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ സിസ്റ്റം തന്നെ ശുദ്ധമാക്കണം. എന്തായാലും ശരി, ഈ ഒരു നീക്കം ഇപ്പോ ഹിന്ദുസ്ഥാൻ ഞാനീ പറഞ്ഞ HLFT ഫൈറ്റർ ജെറ്റിന് അത് വെറും ഒരു ട്രെയിനർ മാത്രമല്ല. അതുകൂടെ ഞാൻ പറഞ്ഞ നമ്മുടെ സമയം പരിധി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ HLFT-42 എന്നത് തേജസ് 2-ലും അതുപോലെ തന്നെ തേജസ് MK2-ലും AMC വരാനിരിക്കുന്ന ഇന്ത്യയുടെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിന്റെയും പൈലറ്റുമാർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ്. കാരണം അതിന് സമാനമായ ഒരു വിമാനമാണിത്. ഇത് ഭാരമുള്ള വലിയ വിമാനമാണ്. തേജസ് MK-1A പോലെ ചെറിയ വിമാനമല്ല, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അല്ല. ഇതിന്റെ ഭാരം ഏതാണ്ട് 16 ടണ്ണിലധികമാണ്. 16.5 ടണ്ണോളം ഭാരം വരുന്ന എല്ലാവിധ ആയുധങ്ങളും ഉള്ള ഒരു വിമാനം തന്നെ ആയിരിക്കും ഇത്. അത്യാവശ്യം യുദ്ധരംഗത്തും വിന്യസിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ട്രെയിനറായിട്ടാണ് മുഖ്യമായിട്ടും അത് നിർമ്മിക്കുന്നതെങ്കിൽ ട്വിൻ സീറ്ററാണ്, 2 സീറ്റുള്ളതാണ്. പക്ഷേ ഒരു യുദ്ധസമയത്ത് ഇത് ആക്രമണത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വിമാനം നിർമ്മിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഇതിന്റെ ഭാഗങ്ങളൊക്കെ ലോക്കൽ തന്നെയാണ്. 90%-ലധികം 95%-ഓളം പാർട്ടുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ആത്മനിർഭർ പദ്ധതിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന ഒരു വിമാനമാണ്. എന്തായാലും ശരി, ഇത് ഒരു നല്ല നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയെ ആശ്രയിക്കുക എന്നുള്ള ആ ഒരു മണ്ടത്തരം ഒരിക്കൽ ചെയ്തത് എല്ലാ കാലവും തുടരാതിരിക്കുന്നതിന് നല്ല കാര്യമാണ്. ചെയ്തതും തിരുത്താം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തേജസ് MK2 തീർച്ചയായിട്ടും റീഡിസൈൻ ചെയ്ത് റഷ്യൻ എഞ്ചിനിലേക്ക് മാറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തേജസ് MK-1A അതുപോലും പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.